പ്രധാനമന്ത്രി ആരാക്കണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരുന്ന നരേന്ദ്രമോദി. സാധ്യത കാണുന്നത്. ബിജെപിക്ക് വോട്ട് കമ്മിയിലും തീരെ വോട്ടുണ്ട്. മലപ്പുറത്ത് വോട്ട് കമ്മിയിലും പ്രധാനമന്ത്രി ആരാക്കണം? പ്രധാനമന്ത്രി ഭരണം സൂപ്പർ ഉഷാറാണ്. മോഡിയാണ് ഉഷാറാ. രാഹുൽ ഗാന്ധി. കോൺഗ്രസ് വരില്ല. രാഹുൽ ഗാന്ധി വരില്ലേ? അബ്ദുൽ സലാം മലപ്പുറത്ത് ഒന്നുമില്ല. ನಮಸ್ಕಾರ ವೀಕ್ಷಕರೇ, ನೀವು ನೋಡ್ತಾ ಇದ್ದೀರಾ ಹೆಲೋ ಹಿಂದೂ. ನಾನು ಸೈಯದ್ ಹಿದಾಯತ್. ಇವತ್ತು ನಾವು ಬಂದಿದ್ದೀವಿ ಮಲ್ಲಪುರಂ ಲೋಕಸಭಾ ಕ್ಷೇತ್ರಕ್ಕೆ. ಮಲ್ಲಪುರಂ ಲೋಕಸಭಾ ಕ್ಷೇತ್ರ ತುಂಬ ಸೌಂಡ್ ಮಾಡ್ತಾ ಇದೆ. ಯಾಕೆ ಅಂತಂದರೆ ಅದರ ಹಿಂದೆ ಇರುವಂತಹ ಕಾರಣ ಅಬ್ದುಲ್ ಸಲಾಂ ಅನ್ನುವಂತಹ BJPಯ ಮುಸ್ಲಿಂ ಅಭ್ಯರ್ಥಿ. ಸೊ ಈ ಬಾರಿ ಸಿಕ್ಕಾಪಟ್ಟೆ ಸೌಂಡ್ ಮಾಡ್ತಾ ಇರುವಂಥ ಕ್ಷೇತ್ರದಲ್ಲಿ ನಿಜಕ್ಕೂ ಕೂಡ BJP ಟ್ರೆಂಡ್ ಇದೆಯಾ, ಹಾಗಿದ್ರೆ ಅಬ್ದುಲ್ ಸಲಾಂ ಅವರು ಗೆಲ್ತಾರಾ ಅನ್ನುವಂಥದ್ದು. ಈಗಾಗಲೇ ಮುಸ್ಲಿಂ ಲೀಗ್ ತುಂಬ ದೊಡ್ಡ ಮಟ್ಟದಲ್ಲಿ ಇಲ್ಲಿ ಹಿಡಿತವನ್ನು ಇಟ್ಕೊಂಡಿದೆ. ನಿಮಗೊಂದು ಸತಿ ಸರ್ಕಲ್ ತೋರಿಸ್ಬಿಡ್ತೀನಿ ನೋಡಿ. ಅಲ್ಲಿ ಇರುವಂತಹ ಸರ್ಕಲ್ ಏನಿದೆ, ಆ ಸರ್ಕಲ್ನಲ್ಲಿ ಕಂಪ್ಲೀಟ್ ಮುಸ್ಲಿಂ ಬಾವುಟಗಳು ರಾರಾಜಿಸ್ತಾ ಇದೆ, ಇಸ್ಲಾಂ ಧರ್ಮಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತಹ ಬಾವುಟಗಳು. ಮತ್ತು ಇವತ್ತು ಫ್ರೈಡೇ ಆಗಿರೋದ್ರಿಂದ ಅಂಗಡಿ ಮುಂಗಟ್ಟುಗಳೆಲ್ಲವೂ ಕೂಡ ಆಲ್ಮೋಸ್ಟ್ ಬಂದ್ ಆಗಿರುತ್ತೆ. ನೋಡಿ, ನಮಾಜಿಗೆ ಹೋಗ್ತಾರಲ್ಲ, ಸೊ ಹಾಗಾಗಿ ನನಗೆ ಬಂದಿದ ತಕ್ಷಣ ಶಾಕ್ ಆಯಿತು. SP ರೋಡ್, JC ರೋಡಲ್ಲಿ ಅಲ್ಲೆಲ್ಲವೂ ಕೂಡ ಭಾನುವಾರ ಇದ್ದರೆ ಹೇಗೆ ಕ್ಲೋಸ್ ಇರುತ್ತೋ ಹಾಗೆ ಫ್ರೈಡೇ ಬಂದರೆ ಇಲ್ಲೆಲ್ಲವೂ ಕೂಡ ಕ್ಲೋಸ್ ಆಗಿಬಿಡುತ್ತೆ. ಡಾಕ್ಟರ್ ಅಬ್ದುಲ್ ಸಲಾಂ BJP ಕ್ಯಾಂಡಿಡೇಟ್ ಇದ್ದಾರೆ. ಮತ್ತೊಂದು ಕಡೆ ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿಯಿಂದ VA ವಾಸಿಫ್ ಇದ್ದಾರೆ. ಹಾಗೂ ಇಂಡಿಯನ್ ಮುಸ್ಲಿಂ ಲೀಗ್ ಇಂದ ET ಮೊಹಮ್ಮದ್ ಬಶೀರ್ ಅಖಾಡದಲ್ಲಿದ್ದಾರೆ. ಸೊ ಹಾಗಿದ್ರೆ ಜನರ ಒಲವು ಯಾರ ಕಡೆ ಇದೆ, ಯಾರನ್ನ ಗೆಲ್ಲಿಸ್ತಾರೆ ಇಲ್ಲಿನ ಜನ? ಸೊ ಬನ್ನಿ ಮಾತಾಡ್ಸೋಣ. ಓಕೆ ವೀಕ್ಷಕರೇ, ಈಗ ನಾನು ಮಲ್ಲಪುರಂ ಲೋಕಸಭಾ ಕ್ಷೇತ್ರದ ಕೊಟ್ಟಪಾಡಿಯಲ್ಲಿದ್ದೀನಿ. ಸೊ ಬನ್ನಿ ಮಾತಾಡ್ಸೋಣ ಜನರನ್ನ, ಅವರ ಅಭಿಪ್ರಾಯ ಏನಿದೆ, ಯಾರು ಗೆಲ್ಬಹುದು ಮಲ್ಲಪುರಂನಲ್ಲಿ ಅಂತ. ഓക്കെ, ആര് ജയിച്ചാണ് നല്ലത് മലപ്പുറം? മലപ്പുറത്ത് എങ്ങനെയാണ് UDF ജയിക്കുള്ളൂ. UDF ജയിക്കുള്ളൂ മലപ്പുറത്ത്. ഇന്ത്യൻ മുസ്ലിം ലീഗ്, ഇന്ത്യ മുസ്ലിം ലീഗ്, UDF, ഓക്കെ, ET മുഹമ്മദ് ബഷീർ, ET മുഹമ്മദ് ബഷീർ ജയിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ജയിക്കുള്ളൂ. വാട്ട് അബൌട്ട് BJP കാൻഡിഡേറ്റ്? BJPക്ക് വോട്ട് കമ്മിയിലും തീരെ വോട്ടുണ്ട്. മലപ്പുറത്ത് വോട്ട് കമ്മിയിലും. ഇവിടെ മുസ്ലിംസിലെ കൂടുതൽ മലപ്പുറത്ത്. ഓക്കെ, ഇവിടെ UDF വോട്ടാണ് കൂടുതൽ. ഓക്കെ. PM പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ആരാക്കണം? പ്രധാനമന്ത്രി ഭരണം സൂപ്പർ ഉഷാറാണ്. മോഡിയാണ് ഉഷാറാ. മോഡി. ഓക്കെ, എങ്ങനെയായാലും മോഡിനെ ഭരിക്കുള്ളൂ. ഭരണം കേന്ദ്രം അതിനായാലും മോഡിനെ, നരേന്ദ്രമോദി എങ്ങനെയും മോഡിനെ ഭരിക്കുള്ളൂ. രാഹുൽ ഗാന്ധി. കോൺഗ്രസ് വരില്ല. രാഹുൽ ഗാന്ധി വരില്ലേ? ഭരണം മാറൂല. കേന്ദ്രത്തിൽ എങ്ങനെയായും BJP ഭരിക്കുള്ളൂ. ഓക്കെ. അബ്ദുൽ സമദ് സമദാനി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. പിന്നെ UDF വിൻ ഔട്ട്. മലപ്പുറത്ത് UDF ജയിക്കുള്ളൂ. UDF. ആര് ജയിച്ചാണ് നല്ലത് സർ മലപ്പുറം? ആര് ജയിച്ചാലും വേണം, ജനങ്ങൾക്ക് നല്ലതുണ്ടാവണം. ഇത്ര നമുക്ക് ആവശ്യം. ഇവിടെ BJP ട്രെൻഡ് ഇല്ലേ? ഇവിടെ അങ്ങനെ ട്രെൻഡ് ഇല്ല, ട്രെൻഡ് കുറവാണ്. ഓക്കെ. മലപ്പുറം മുസ്ലിം ക്ಯಾಂಡಿಡೇಟ್ ಅಬ್ದುಲ್ ಸಲಾಂ, ವಿಲ್ ಹಿ ವಿನ್? ഇവിടെ LDF നാണ് ഇപ്പോൾ കൂടുതൽ ಇನ್ನೊಂದು ಅಂಗಡಿಗೆ ಬಂದಿದ್ದೀವಿ. ಓಕೆ, ಆರು ಜಯಿಚಾಣ ನಲ್ಲದು ಸರ್ ಮಲ್ಲಪುರಂ? മലപ്പുറം മലപ്പുറത്ത് ഇന്ത്യയിലാകെ മലപ്പുറം മലപ്പുറത്ത് ET മുഹമ്മദ് UDF. എന്തിനാണ് UDF ജയിക്കണേ? UDF അല്ല, ഇന്ത്യയിലൊന്നെങ്കിൽ ഇന്ത്യ സഖ്യം. അബ്ദുൽ സലാം BJP ക്ಯಾಂಡಿಡೇಟ್. എന്തേ അബ്ദുൽ സലാം മലപ്പുറത്ത് ഒന്നുമില്ല. ഒന്നുമില്ലേ? വെറുതെ ഒരാൾ നിൽക്കുക. ഇവിടെ BJP ട്രെൻഡ് ഇല്ലേ? ഇല്ല, ഒരു ട്രെൻഡും ഇല്ല. ഓക്കെ. പ്രൈം മിനിസ്റ്റർ യാര്? പ്രൈം മിനിസ്റ്റർ യാരാക്കും? നമ്മളെ അഭിപ്രായം മോദിയെ, നമ്മളെ അഭിപ്രായം രാഹുൽ ഗാന്ധി വരണം. രാഹുൽ ഗാന്ധി. എന്തിനാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയോ? ഇന്ത്യയാക്കിയതാണ്. ഓക്കെ. ഇവിടെ BJP ട്രെൻഡ് ഒന്നുമില്ല. സീറോ. കേരളത്തിൽ സീറോ. ജയിക്കുക സാധാരണ ലീഗ് തന്നെ ജയിക്കുള്ളൂ. ഇവിടെ BJP ട്രെൻഡ് ഇല്ലേ? ഇവിടെ BJP ഒന്നുമില്ല. BJP ആരാ? ಯಾರು ಜയിച്ചാണ് നല്ലത്? നല്ല ഇവിടെ ലീഗ് ജയിക്കുള്ളൂ, വേറെ എന്താ ജയിക്കണേ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും BJPക്കും എതിരായ ശക്തമായ ഒരു വിധിയെഴുത്താവും കേരളത്തിലെ ഇലക്ഷൻ. കാരണം വിലകയറ്റം, വൈദ്യുതി ചാർജ് വർധന,
പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 500 രൂപ വൈദ്യുതി ബില്ലുള്ള എനിക്ക് ഇന്ന് 1900 രൂപയാണ് വില. ಓಕೆ ವೈದ್ಯುತಿ ಚಾರ್ಜ್. ವೈದ್ಯುತಿ ಕರೆಂಟ್ ಬಿಲ್ ಜಾಸ್ತಿ ಆಗಿದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. BJPക്കെതിരെ കൂടിയുള്ള ശക്തമായൊരു വിധിയെഴുത്താവും മലപ്പുറം. തീർച്ചയായിട്ടും UDF 2 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പ്രധാനമന്ത്രി ആരാവണം? പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാവും. രാഹുൽ ഗാന്ധി. എന്തിനാണ് രാഹുൽ ഗാന്ധി? മോദി വേണം. രാഹുൽ ഗാന്ധി എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്നു. മോദിയെ പോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വളരെ നല്ല മനസ്സുള്ള വ്യക്തിയുടെ ഉടമയാണ് രാഹുൽ ഗാന്ധി. ആര് ജയിച്ചാണ് നല്ലത് MP ഇലക്ഷനിൽ? ഇവിടെ മുഹമ്മദ് ബഷീർ ജയിക്കും. ജയിക്കും. അബ്ദുൽ സലാംക്ക് ചാൻസ് ഇല്ലേ? ഇല്ല, ചാൻസ് ഇല്ല. ഇവിടെ BJPക്ക് ട്രെൻഡേ ഇല്ലേ? ട്രെൻഡല്ല, അവർ 3-ാം സ്ഥാനത്ത് എത്തുള്ളൂ. പ്രധാനമന്ത്രി ആരാക്കണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരുന്നത് സാധ്യത കാണുന്നത്. രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് കമ്പം രാഹുൽ ഗാന്ധി വരാനാണ്, പക്ഷെ സാധ്യത കാണുന്നില്ല. ഓക്കെ. പിന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ആക്കണം. ഇവിടെ ഡെവലപ്മെന്റ് നല്ല ചെയ്തിട്ടുണ്ടല്ലേ? അബ്ദുൽ സമദ് സമദാനി പിന്നെ മുഹമ്മദ് ബഷീർ അവരൊക്കെ അതുകൊണ്ട് ഇവിടെ ഡെവലപ്പായി വരുന്നുണ്ട്. ആര് ജയിച്ചാണ് നല്ലത് ഇവിടെ മലപ്പുറം MP ഇലക്ഷൻ? ആര് ജയിക്കുന്ന എന്താ സംശയം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം. വസീഫ് മലപ്പുറത്ത് വസീഫ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രെൻഡ് ഉള്ളോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ നല്ലൊരു ട്രെൻഡ് തന്നെയാണ്. മോശമില്ലാത്ത BJP മോശമില്ലാത്ത ട്രെൻഡാണ്. വസീഫ് നല്ല യൂത്ത് പ്രായക്കാരെ, അതായത് മറ്റേ നല്ല ഒരു ഇതുള്ള ഒരു സന്ദർഭമാണ്, നല്ല സാഹചര്യമാണ്. വസീഫ് ജയിക്കും എന്നുള്ളതിൽ നല്ലൊരു ശതമാനം നമുക്ക് ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി ആരാവണം? പ്രധാനമന്ത്രി ആരാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഏത് മുന്നണിയിൽ ആൾക്ക് വോട്ട് കിട്ടുന്നോ അവർ ഇതിൽ ആ ലെവലിൽ. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എന്ന നരേന്ദ്രമോദി തീർച്ചയായിട്ടും വരാൻ പാടില്ല. യാര് ജയിച്ചാണോ മലപ്പുറം? UDF. ഓക്കെ. ഇവിടെ BJP ട്രെൻഡ് ഇല്ലേ? BJP ട്രെൻഡ് മലപ്പുറത്തില്ല. ഇല്ല. ഓക്കെ. പ്രൈം മിനിസ്റ്റർ ആരാവണോ? മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ? രാഹുൽ. എന്തിനാണ് രാഹുൽ ഗാന്ധി? രാഹുൽ അടിപൊളിയല്ലേ? 3 രൂപ വരും. Who will win here? Here, I think I want to win here LDF. Okay. There is no trend for BJP in Malappuram? No. BJP has no scope in Kerala. Okay. Why? What's the reason? Here, all the people are thinking about, they are feeling very all religion. There is no difference between religion, caste, etc. Okay. Yes. Okay. Do you think Pradhan Mantri Narendra Modi is a sufficient Prime Minister? No. I think not so. Okay. What Kerala people actually want? We want to keep our democracy, etc. in a good manner, like that. So we want to become the Prime Minister from LDF, left. Okay. BJP always said that in Kerala Hindus are suffering a lot. Are you guys suffering? No. We are not suffering like that. Okay. Have you seen the Kerala story? Yes. It is not Kerala story. I don't believe that it is it is Kerala story. Kerala is story is another thing. Here you can see in the last some days. I think you see it in our medias. We in 3 or 4 days we collected a huge amount to save the life of a man who is in abroad, prison in abroad. Okay. So we think that is real Kerala story. Oh, okay. And the film, the Kerala story, is not a fact. Not the film of ours in Malayalis. We don't think so. It is not our Kerala story. Okay. There is some kind of conversion is happening in Kerala, it seems. What is your take on it? No, there is no conversion, I think, like that. No conversion at all.
Okay. Are you guys happy in Kerala state? Yeah, we are very happy in Kerala because we believe in democracy, and that is completely good in Kerala. How many? They care about poor people, and there is no any divide between the people. That is in the basis of finance or any other religion like that. ಓಕೆ. ಒಟ್ಟಾರೆಯಾಗಿ ನೋಡೋದಾದರೆ ಕೇರಳದಲ್ಲಿ ಮುಸ್ಲಿಂ ಲೀಗ್ನ ಹಿಡಿತ ಇರೋದರಿಂದಾಗಿ ಬಿ ಜೆ ಪಿ ತುಂಬ ಅಂದರೆ ತುಂಬ ಎಫರ್ಟನ್ನು ಹಾಕಬೇಕಾಗುತ್ತೆ ಮಲ್ಲಪುರಮಲ್ಲಿ. ಸೊ ಇ.ಟಿ. ಮೊಹಮ್ಮದ್ ಬಶೀರ್ ಇಂಡಿಯನ್ ಯೂನಿಯನ್ ಮುಸ್ಲಿಂ ಲೀಗಿಂದ ಅಖಾಡದಲ್ಲಿದ್ದಾರೆ. ಮತ್ತೊಂದು ಕಡೆ ವಿ ಎ ವಾಸಿಫ್ ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿಯಿಂದ ಮತ್ತು ಬಿ ಜೆ ಪಿಯಿಂದ ಅಬ್ದುಲ್ ಸಲಾಂ ಅವರು ಇದ್ದಾರೆ. ಸೊ ನೋಡಬೇಕು ಯಾರು ವಿನ್ ಆಗ್ತಾರೆ ಅಂತ. ಜನ ರಿಸಲ್ಟ್ ಕೊಟ್ಟ ಮೇಲೆ ಗೊತ್ತಾಗುತ್ತೆ. ಬಟ್ ಒಂದು ಕಡೆ ಟ್ರೆಂಡೇ ಇಲ್ಲದೆ ಇರುವಂತಹ ಪ್ಲೇಸಲ್ಲಿ 19% ಅಷ್ಟು ಹೈಕ್ ಬಿ ಜೆ ಪಿಗೂ ಕೂಡ ಈ ಬಾರಿ ಸಿಗ್ತಾ ಇದೆ ಅನ್ನುವಂಥದ್ದು ರಿಪೋರ್ಟ್ಸ್ಗಳು ಹೇಳ್ತಾ ಇದೆ. ನೋಡಬೇಕು ಜನರ ಬಲವು ಯಾರ ಕಡೆ ಇರುತ್ತೆ, ಹೇಗೆ ಮಲ್ಲಪುರಂನ ಜನ ತಮ್ಮ ಎಂ ಪಿಯನ್ನು ಆಯ್ಕೆ ಮಾಡ್ತಾರೆ ಅನ್ನುವಂಥದ್ದಕ್ಕೆ ರಿಸಲ್ಟ್ ಉತ್ತರ ಕೊಡುತ್ತೆ. ನೋಡ್ತಾ ಇರಿ ಹೆಲೋ ಹಿಂದೂ. ನಾನು ಸೈಯದ್ ಹಿದಾಯತ್ ಸೈನಿಂಗ್ ಆಫ್ ಮಲ್ಲಪುರಮಿಂದ ಕ್ಯಾಮ್ರಾ ಪರ್ಸನ್ ದಯಾನಂದ್ ಜೊತೆ. ವಾಯ್ನಾಡಿನಲ್ಲಿ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಯುವರಾಜ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಶುಭ ಕೋರುವವರು ವಿಜಯಾನಂದ ಎಸ್ ಕಾಶಪ್ಪನವರ್, ಶಾಸಕರು ಹುನಗುಂದ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ಬದಲಾವಣೆಗಾಗಿ ವಾಯ್ನಾಡುಗೆ ರಾಹುಲ್ ಗಾಂಧಿ ಮತ್ತೊಮ್ಮೆ. ಆನಂದ್, ಶಾಸಕರು ಕಡೂರು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲುವು ವಾಯ್ನಾಡು ಅಭಿವೃದ್ಧಿಗೆ ಅನುವು. ಆರ್ ವಿ ದೇವರಾಜ್, ಮಾಜಿ ಶಾಸಕ ಚಿಕ್ಕಪೇಟೆ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ವಾಯ್ನಾಡುಗೆ ಯುವ ಶಕ್ತಿ ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲ್ಲಿಸಿ. ಲಗ್ಗೆರೆ ಮಂಜುಳಾ ನಾರಾಯಣಸ್ವಾಮಿ, ಪಾಲಿಕೆ ಮಾಜಿ ಸದಸ್ಯರು. ನಾರಾಯಣಸ್ವಾಮಿ ಕಾಂಗ್ರೆಸ್ ಮುಖಂಡರು. ವಾಯ್ನಾಡಿನಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಗೆಲುವು ನಮ್ಮ ಧ್ಯೇಯ.